അപ്പോൾ നമ്മൾ ഇന്നലത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് സൺഡേ ആണ്. കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ നമ്മൾ ഒരു ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ചിക്കൻ നമ്മുടെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. ചിക്കൻ സെറ്റാക്കാൻ പോകണം. അപ്പോൾ ഉള്ളി വാട്ടി ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, കാരണം അടുക്കള അത്രയും ഒരു നസ്സായിരുന്നു. അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല വീഡിയോ. അപ്പോൾ എന്തായാലും ചെറുതായി കുക്കഡായിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ജസ്റ്റ് കുക്കഡായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇറക്കി കൊടുക്കാം. ആദ്യം ചോദിക്കരുത് മെയിൻ ആളെന്താ വീഡിയോ എടുക്കാത്തത്. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ അത്ര ഇതൊന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റാക്കാണ്. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉള്ളിയും തക്കാളിയും ഉള്ളി വാട്ടുക, പെരുംജീരകമൊക്കെ ഇട്ടിട്ട് ഉള്ളി വാട്ടുക. അതിനകത്തോട്ട് നമ്മുടെ തക്കാളി, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ അതൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. മസാല ഇടുക, വെള്ളം ഒഴിക്കുക, ചിക്കൻ ഇടുക, വേവിക്കുക. സിമ്പിൾ. ഓക്കെ, പിന്നെ കുറച്ച് മല്ലിയില, ഗാർലിക്ക് ഇതിടണം. ഇത്രേ ഉള്ളൂ. ചിക്കൻ കറി റെഡി. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചേക്കുവാണ്. ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ ഹാഫ് കുക്കായിട്ടുണ്ട്. പിന്നെ അതാ ഒരു മുക്കാൽ ഭാഗമൊക്കെ കുക്കായിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ചൂടുള്ളൂ. കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. പറയൂ താങ്കളുടെ അഭിപ്രായം. സൂപ്പറായിട്ടുണ്ട്. പറയൂ. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ടെസ്റ്റ് അറിയിച്ചു വയ്ക്കാം. അച്ഛൻ പോയി. അച്ഛൻ വീഡിയോയിൽ വരത്തില്ല. ഓക്കെ, ഈ നെക്സ്റ്റ് ടെസ്റ്റർ ഞാനാണ്. പ്ലേറ്റ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ടോ? വലിയ ചൂടൊന്നും വേണമെന്നില്ല. ടേസ്റ്റ് കഴിച്ചോട്ടെ. ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതി. പക്ഷെ സംഭവം കൊള്ളാം. സൂപ്പറാണ്. റിയലി ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം പോയി ചിക്കൻ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. സൂപ്പർ ഐറ്റമാണ് കേട്ടോ. സൂപ്പർ ഐറ്റമാണ്. എൻ്റെ ചേച്ചിയൊക്കെ കഴിച്ച് അന്തം വിട്ടുപോയി. അത്രയ്ക്കും ടേസ്റ്റാണ്. അച്ഛാ എങ്ങനെയുണ്ട് ചിക്കൻ? സൂപ്പറാണെന്നൊക്കെയാണ്. പിന്നെ നമ്മൾ വീട്ടിലുള്ളവർ എന്താണ് പറയുന്നത്,
ഇറ്റ്സ് മൈ ഫാദർ പശി. എങ്ങനെയുണ്ട്? സൂപ്പർ. നെക്സ്റ്റ് പോരാം. ഞാൻ ഫുഡ് കഴിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നേ. ഫുൾ എങ്ങനെയാണ് വേണ്ട. കുക്കുവിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചില്ലല്ലോ. എൻ്റെ അഭിപ്രായം അടിപൊളി. അമ്മേൻ്റെ അഭിപ്രായം എന്താ? ഓക്കെ, എന്താണ്? ഇങ്ങോട്ട് വാ. കുക്കുവിൻ്റെ അഭിപ്രായം എന്താ? ഞാൻ പറയുമ്പോൾ ഞാൻ കരുതി എൻ്റെ ചേച്ചി ഉണ്ടാക്കണേ കൊണ്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. അവള് മുട്ട അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടാക്കും, അതൊക്കെ നല്ല ടേസ്റ്റുമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരാം. യമ്മിയാണ്. പിന്നെ ചിക്കൻ അവൾ ആദ്യമായിട്ട് ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത് അമ്മയും അച്ഛനും ഉണ്ടാക്കി തരും, നീ ഉണ്ടാക്കിയ പാളെന്ന് ഞാൻ കുറേ വട്ടം അവളുടെ അടുത്ത് പറഞ്ഞു. അതൊന്നും പറഞ്ഞത് കേൾക്കാതെ ഇവൾ ഒറ്റയ്ക്ക് ചിക്കൻ ഉണ്ടാക്കിയിട്ട് അത് എടി ഞാൻ ചിക്കൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ടേസ്റ്റിയില്ല കുറച്ച് എനിക്ക് കയ്യിൽ തന്ന് ഞാൻ ഇപ്പം അങ്ങോട്ട് ചോറുണ്ട് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അന്തം വിട്ടത്. അമ്മ വരെ പറഞ്ഞു ഇത്ര കഴിവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നല്ല ടേസ്റ്റാണ്. റെസിപ്പി എൻ്റെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചിക്കൻ വാങ്ങിയിട്ട് എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിക്കോളൂ. അപാര ടേസ്റ്റാണ്. ഞങ്ങൾ എല്ലാവരും ഞെട്ടി. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ചേച്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്കും സെയിം വേർഡ്സാണ് നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു പോയി. എനിക്ക് വോയിസ് ഇല്ല. എന്തായാലും അടിപൊളിയാണ്. ഒരു മൈൽഡ് ടേസ്റ്റാണ്. ഓവർ സ്പൈസി ആണോ അല്ല, ഓവർ ഫ്ലേവേർഡ് ആണോ അല്ല, ഓവർ എന്താ പറയുക തീരെ മസാല ഇല്ലാത്തതാണോ തീരെ രസമില്ലാത്തതാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഒരു മൈൽഡ് ഫ്ലേവർ. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി ഐറ്റമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾ യൂട്യൂബിൽ എവിടെ വേണമെങ്കിൽ എന്താ പറയുക നോക്കിക്കോ. ഇങ്ങനെ ഒരു അപാര ടേസ്റ്റുള്ള ചിക്കൻ ഒരു റെസിപ്പി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും ടേസ്റ്റാണ്, സൂപ്പറാണ്. നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. യമ്മിയാണ്. എല്ലാതുമാണ്. എൻ്റെ ഇവിടെ അച്ഛനുമാണ് സത്യം എനിക്ക് എൻ്റെ ചേച്ചിയുടെ ചിക്കൻ നന്നായി ഇഷ്ടം. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉള്ളിയും തക്കാളിയും വാട്ടും അല്ല കുക്കറിലേക്ക് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാല ചിക്കൻ വെള്ളം ഇതോടെ ഒഴിച്ചട് വയ്ക്കും. ഞാൻ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു രീതിയിലാണ്. ചിലർ അങ്ങനെ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെപ്പാടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ടൊരു വേവിക്കും. അതിങ്ങനെ റോസ്റ്റ് ചെയ്യും വെള്ളം ഒഴിക്കാതെ. അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ പക്ഷെ ഞാൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിലർ സോസ് ഒഴിച്ചിട്ടുണ്ടാക്കും. സോസൊന്നും ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു എൻ്റെ ഓൺ ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അപ്പം നമുക്ക് അമ്മേൻ്റെ അടുത്തും കൂടി ചോദിക്കാം. അമ്മ ഞാൻ പറയട്ടെ എന്ന് കുറേ നേരം പറയുന്നുണ്ട്. അമ്മ എങ്ങനെയുണ്ട് ടേസ്റ്റ്? ചിക്കൻ അടിപൊളിയാണെന്നാണ് അമ്മേൻ്റെയും അഭിപ്രായം. അപ്പം എൻ്റെ ചേച്ചിയുടെ എല്ലാ ചിക്കനും അടിപൊളിയാവട്ടെ എന്ന് ഞാൻ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എല്ലാതും ചേച്ചിയുടെ നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അത്രയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ആക്കണം. ട്രൈ ആക്കിയേ പറ്റൂ. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എല്ലാവർക്കും മസ്റ്റ് ട്രൈ ആണ്. അടിപൊളിയാണ്. വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എഴുതിയാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടി പറയും ഞാൻ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലേ ചാനൽ വാട്ട് അങ്ങനെ ഉള്ള എല്ലാ ഡൈമൈ ലൈഫ് പിന്നെന്താ Q&A അതൊക്കെ
ഒക്കെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ മെല്ലെ മെല്ലെ വരും. നമ്മളെ ക്ലേ ചാനലും ഒക്കെ വരും. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുക. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണേ. ബൈ ബൈ. ശരി, ഏതിൽ നിൽക്കുക? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഓക്കെ, കമന്റ് ചെയ്യണേ ഗൈസ്. ബൈ 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 ബൈ. ഓക്കെ ബൈ.